അത് ഭയങ്കര കഷ്ടമായി പോയിട്ടോ. അവരെന്താ പ്രകോപിപ്പിച്ചത്? എന്താ കാരണം? വാട്ട് പ്രൊവോക്ഡ് ദം? ഇനി നമുക്ക് ചോദിക്കണം, അവരെ എന്തായിരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വാട്ട് കുഡ് ഹാവ് പ്രൊവോക്ഡ് ദം? ഇതങ്ങ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, ഈ ഒരു 2 രീതിയിൽ. വാട്ട് പ്രൊവോക്ഡ് ദം, വാട്ട് കുഡ് ഹാവ് പ്രൊവോക്ഡ് ദം. എന്താ ഇഷ്യൂ? എന്താ? വാട്ട് ഇസ് ദ ഇഷ്യൂ? ഇഷ്യൂ എന്തായിരുന്നിരിക്കും മുമ്പ് നടന്ന ഒരു പ്രശ്നത്തിന്റെ? വാട്ട് കുഡ് ഹാവ് ബീൻ ദ ഇഷ്യൂ? വാട്ട് ഇസ് ദ ഇഷ്യൂല് ആ ഇസ് ആണ് ഇവിടെ ബീൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കുഡിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരിക. അപ്പൊ ഇസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബീൻ. അതുകൊണ്ട് ബീൻ കണ്ട ആരും ഒരു അപരിചിതനാന്ന് വിചാരിക്കേണ്ട, സ്വന്തം ആളാണ്. കാരണം എന്താ? വാട്ട് ഇസ് ദ റീസൺ? എന്തായിരുന്നിരിക്കും കാരണം? വാട്ട് കുഡ് ഹാവ് ബീൻ ദ റീസൺ? അവരെവിടെ പോയി? വേർ ഹാവ് ദേ ഗോൺ? അന്ന് അവരെവിടെ പോയിരുന്നിട്ടുണ്ടാവും നമ്മളോടൊന്നും പറയാതെ? വേർ കുഡ് ഹാവ് ദേ ഗോൺ? അവരെങ്ങനെ പോയി? ഹൗ ഹാവ് ദേ ഗോൺ? എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ റൂട്ട് ഏതാണ്, അല്ലെങ്കിൽ അവർ കാറിലാണോ ബസ്സിലാണോ ട്രെയിനിലാണോ പോയതെന്ന്. ഇനി അവരെങ്ങനെ ആയിരുന്നിരിക്കും അന്ന് പോയിട്ടുണ്ടാവുക? ഹൗ കുഡ് ഹാവ് ദേ ഗോൺ? ആരാ ഇത് പറഞ്ഞത്? ഹു സെഡ് ഇറ്റ്? ആരായിരുന്നിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക? ഹു കുഡ് ഹാവ് സെഡ് ഇറ്റ്? ഇപ്രാവശ്യം വന്നപ്പോൾ അവർ എവിടെയാ താമസിച്ചത്? വേർ ഹാവ് ദേ സ്റ്റേഡ് ദിസ് ടൈം? അന്ന് അവരെവിടെയായിരുന്നിരിക്കും താമസിച്ചിട്ടുണ്ടാവുക? വേർ കുഡ് ഹാവ് ദേ സ്റ്റേഡ് ലാസ്റ്റ് ടൈം? തീ പിടിച്ചത് എങ്ങനെ? വാട്ട് കോസ്ഡ് ദ ഫയർ? എന്തായിരുന്നിരിക്കും തീപിടുത്തത്തിന് കാരണമായിട്ടുണ്ടാവുക? വാട്ട് കുഡ് ഹാവ് കോസ്ഡ് ദ ഫയർ? എന്താ താമസിക്കാൻ കാരണം? വാട്ട് കോസ്ഡ് ദ ഡിലേ? എന്തായിരുന്നിരിക്കും ആ പ്രോഗ്രാം താമസിച്ചതിന് കാരണമായിട്ടുണ്ടാവുക? വാട്ട് കുഡ് ഹാവ് കോസ്ഡ് ദ ഡിലേ? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാം, അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യണം കമന്റ് ബോക്സിൽ. ആരാ ഇത് ചെയ്തത്? ഹു ഡിഡ് ഇറ്റ്? ഇനി നിങ്ങൾ പറയേണ്ടത് ആരായിരുന്നിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നാണ്. അപ്പൊ കുഡിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരേണ്ടതെന്ന് ഓർത്തോളണം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ഞാനൊന്ന് നോക്കട്ടെ.